ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള കറണ്ട് ഇഷ്യൂ എന്താണ്. ഓക്കെ, റൂട്ട് ഇഷ്യൂ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? ചാരിയറ്റ് എന്നുള്ള ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഗോളിലേക്ക്, നിങ്ങളുടെ അഫർമേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു ഇഷ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത്. അത് ജോലി സംബന്ധമായിരിക്കാം, റിലേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നടക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ നേർക്ക് വരുന്ന ഭാഗ്യം മറ്റേതോ വഴിക്ക് മാറിപ്പോകുന്നു, നീങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു ഇഷ്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ. ചാരിയറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം സമയമാകുമ്പോൾ നിങ്ങൾക്കെല്ലാം വന്ന് ചേരുങ്ങൾക്കും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതും നിങ്ങൾ അഫർമേഷൻ ചെയ്തതും നിങ്ങൾ പ്രാർത്ഥിച്ചതുമായിട്ടുള്ള എന്താണോ, നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി, സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായി ഏത് സിറ്റുവേഷന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോകുന്നു, നിങ്ങളുടെ നേർക്ക് വരാൻ പോകുന്നു. ഓക്കെ, റൂട്ട് തെറ്റിപ്പോയിരുന്ന വണ്ടികളെല്ലാം ഇപ്പം നിങ്ങളുടെ നേർക്ക് വരുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ ഇടപെട്ടിരുന്നു. അത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇടപെട്ടത്. ഓക്കെ, ചില വ്യക്തികളടുത്ത് നിങ്ങൾ പോയി ചില സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ സമീപിച്ച് കുറച്ച് പണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കാം. ഒരു കൗൺസിലിംഗ് ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായി കാണുന്നു. ഓക്കെ, ചില വ്യക്തികളെ സന്ദർശിച്ചു. അത് സ്പിരിച്വൽ ആയിരിക്കാം, അല്ലാതെ ആയിരിക്കാം. മെഡിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അടുത്ത സമയത്ത് ഇവിടെ കാണാം. ഒരു മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇവിടെ കാണാം. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും വിദഗ്ധ ഉപദേശത്തിന് ഡോക്ടറെ സമീപിച്ചതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഏജൻസി ത്രൂവിൽ നിങ്ങൾ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടായതായി കാണുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായി, അത് നിങ്ങൾക്ക് നഷ്ടമാകുമോ എന്ന് നിങ്ങൾ ജഗിൾ ചെയ്ത ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു. ഓക്കെ, ആ പൈസ എനിക്ക് കിട്ടുമോ, നഷ്ടമാകുമോ എന്നുള്ള രീതിയിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില ജഗിൾ സിറ്റുവേഷൻ ഉണ്ടായതായി കാണുന്നു. അത് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആർക്കെങ്കിലും കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടുമോ എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയെക്കുറിച്ച്. ഇവിടെ എന്തായാലും പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മൈൻഡ് കുറച്ച് ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരുന്നു ഈ അടുത്ത സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം 4 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സെലിബ്രേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഒരു പ്രഗ്നൻസിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഒരു ഗ്രോത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. അത് നിങ്ങളുടെ പ്രണയമാകാം, വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞാകാം, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥാനമാകാം. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾ അഫർമേഷൻ ചെയ്ത്, നിങ്ങളിവിടെ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഫർമേഷൻ ചെയ്ത് ഒരു വീൽ ഓഫ് ഫോർച്യൂണും വന്നിരിക്കുന്നു. സമയം അനുകൂലമാകണം, നിങ്ങളുടെ സെലിബ്രേഷനുള്ള സമയം അനുകൂലമാകുന്നതിന് വേണ്ടി നിങ്ങൾ സ്വപ്നവും കണ്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് നൽകുന്ന മറുപടി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മറുപടിയാണ് എൻ്റെ വ്യൂസിൻ്റെ പ്രതീക്ഷയ്ക്ക് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മറുപടി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പ്രതീക്ഷ ഉടൻ തന്നെ നിങ്ങൾക്ക് ഓഫറുമായി എത്തുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു അവെയർനെസ് സംഭവിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അവെയർനെസ് നൽകുകയാണ്. ഇവിടെ ഗ്രോത്താണ്
വരുന്നത്. നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് അതിന് സമയം ഇത്ര താമസിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ഇപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ഗ്രോത്ത് ഉടനെ തന്നെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ദാണ്ടേ ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, മെച്യൂരിറ്റിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒന്ന് മെച്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് കുറച്ച് കഷ്ടങ്ങളിൽ കൂടി നിങ്ങളെ നടത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചില്ല എങ്കിൽ യൂണിവേഴ്സ് വീണ്ടും വീണ്ടും കഷ്ടങ്ങൾ തരും. ഓക്കെ, അത് ഒരു വ്യക്തിയുടെ കയ്യിലും നിങ്ങൾ അവരുടെ ജീവിതത്തെ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. എക്സാമ്പിൾ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ തന്നെന്ന് വയ്ക്കുക. ആ 1,00,000 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ പുളി ഉണ്ടല്ലോ, നമ്മുടെ പുളി, ആ പുളിയുടെ മരമാണ്, ഒരു തൈയാണ്. ഓക്കെ, ആ തൈയാണ് തന്നിരിക്കുന്നത്. ആ 1,00,000 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കുഞ്ഞ് തൈ നട്ടെന്ന് വെച്ചോ, നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾ കുറേശ്ശെ അതിൻ്റെ ഇലകൾ ഊരിയെടുക്കാൻ തുടങ്ങും ഇല്ലേ? വീട്ടുകാരുമായിട്ട് ഒരു ട്രിപ്പ് പോകും, വീട്ടിൽ ഏറ്റവും നല്ലൊരു സാധനം വാങ്ങും. അതല്ലെന്നുണ്ടെങ്കിൽ ആഹാരത്തിന് വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാകും. അച്ഛനും അമ്മേനെയൊക്കെ കാണാൻ പോയിട്ട് അവിടെയും കുറച്ച് പൈസ, മക്കൾക്കൊക്കെ എല്ലാം മിഠായികൾ ഒക്കെ വാങ്ങിച്ച് നമ്മൾ പാർട്ടി നടക്കും. 1,00,000 രൂപ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കും, നമുക്ക് പാർട്ടി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പാർട്ടി നടത്തും. അപ്പോൾ എങ്ങനെ പോയിരുന്നാലും 10, 25, 50 രൂപ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പാർട്ടി എന്നുള്ള എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ അത് പോകും. പിന്നെ ചില്ലറ മാറിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എന്തെങ്കിലും 1 ഗ്രാം വാങ്ങിച്ചെങ്കിലായി എന്നുള്ളതായി. ബാക്കിയുള്ളതെല്ലാം പല വഴിക്കായിട്ട് പോകും. അപ്പം ആ പുളിയില ആ ഒരു പുളിയുടെ ആ ഒരു തൈ എന്ന് പറയുന്നത് അത് പട്ടുപോയി. ഈ പുളി നമ്മളത് സൂക്ഷിച്ച് അതിനെ സംരക്ഷിച്ച് അതിനെ ഒരു മരമാകുന്നതിന് വേണ്ടി നമ്മളത് വെയിറ്റ് ചെയ്തിരുന്നാൽ, ആ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വശത്തുനിന്ന് പുളിയില ഊരിക്കൊണ്ടിരുന്നാലും മറുവശത്ത് അത് കിളിർത്ത് തുടങ്ങും. ഓക്കെ, ഇവിടെ നമ്മളിപ്പം ഒരു കുഞ്ഞിലയിൽ നിന്നാണ് അത് ഊരുന്നതെങ്കിൽ അത് മുഴുവനായി പട്ടുപോകുന്ന അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യൂണിവേഴ്സ് വീണ്ടും നമ്മളിലേക്ക് കഷ്ടം കൊണ്ട് തരുന്നത്, അല്ലെങ്കിൽ നഷ്ടങ്ങൾ കൊണ്ട് തരുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തരുന്നത്. നീ പഠിച്ചിട്ടില്ല, നീ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഒന്ന് മെച്യൂരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു കാര്യങ്ങളെ ഇങ്ങനെ താമസിപ്പിച്ചത് എന്നുള്ളതാണ് വരുന്നത്. നിങ്ങൾ മെച്യൂർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഗ്രോത്ത് വന്നു ചേരും. നിങ്ങൾ കാണുന്ന ഡ്രീം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഈ പുളിയിലയുടെ കാര്യങ്ങളും ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ആരാണ് പറഞ്ഞതെന്നും അറിയത്തില്ല, പക്ഷേ അതിൻ്റെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു കാര്യം ആണ് ഈ ഒരു വാക്കുകൾ. പക്ഷേ പഠിച്ചത് ഞാൻ ഇപ്പോഴാണെന്ന് മാത്രം. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. അപ്പം അത് പഠിക്കുന്നത് വരെയും നമ്മളെ കുടയും. നീ വീണ്ടും പോയിരിക്കും, നീ ജയിച്ചിട്ടില്ല, ആ വിഷയത്തിൽ നിനക്ക് എന്താണ് തെറ്റ് പറ്റിയതെന്ന് സ്വയം നോക്കി നീ നന്നായി വരുന്നത് വരെ നമ്മൾക്ക് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ പരീക്ഷ നമ്മൾ സ്വയം പഠിച്ച് തിരുത്തുന്നത് വരെയും നമുക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. അപ്പോൾ ഇത് എന്തായാലും മെച്യൂരിറ്റി നമുക്ക് യൂണിവേഴ്സ് തന്നു കഴിഞ്ഞു. നമുക്ക് മെച്യൂരിറ്റി വരുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ കൂടി കടത്തി വിട്ടത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ്, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? എൻ്റെ വ്യൂസ് നേരിടുന്ന ജോലി സംബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഡബിൾ എനർജി ബാധിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ മറച്ചിരിക്കുന്നു, സണ്ണായിരിക്കുന്ന നിങ്ങൾക്ക് ചില ഡബിളിൻ്റെ ശക്തിയാൽ നിങ്ങളെ മറച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സൂര്യനാണ്. നിങ്ങൾ സത്യമാണെങ്കിൽ ഈ അന്ധകാരത്തെ നീക്കി സൂര്യൻ പുറത്തു വരുമെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. ഇല്ല, എന്നെ ഈ ഡെവിൾ വിഴുങ്ങിയിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പുറത്ത് കടക്കാനാകില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം, ഈ അന്ധകാരത്തെ തകർത്തുകൊണ്ട് ഞാൻ പുറത്തു വരും എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പുറത്തു വരാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ മാനസികമായി തളർന്ന് എന്നെ ഡെവിൾ നശിപ്പിച്ചിരിക്കുന്നു, ബ്ലാക്ക് എനർജിയാൽ എന്നെ നശിപ്പിച്ചിരിക്കുന്നു, എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നു, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നിർത്തിയിരിക്കുന്നു എന്ന് വിചാരിച്ച് മാനസികമായി തകർന്നു പോയ വ്യക്തികൾ ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ എഴുന്നേൽക്കാതെ
ഇരുന്നാൽ ഒരിക്കലും ഈ സണ്ണിന് പുറത്ത് വരാൻ കഴിയില്ല. നിങ്ങളുടെ ഉദയം നടക്കത്തില്ല. നിങ്ങളുടെ ഉദയം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കണം. ഈ തേർഡ് പാർട്ടിയെ ഭയന്ന്, തേർഡ് പാർട്ടി നിങ്ങളിവിടെ ബന്ധിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ ഭയപ്പെടുത്തി ഇവിടെ ബ്ലാക്ക് എനർജി കൊണ്ട് നിങ്ങളെ കെട്ടിപ്പൂട്ടി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ മാനസികമായി തകർന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയന്ന് നിൽക്കുന്ന എനർജി. ഇവിടെ നിങ്ങൾക്ക് സന്തോഷങ്ങൾ ദൂരെ ആയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു മേലെ ഒന്നായിട്ട് ഇഗ്നോർ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ടവർ വരുന്നു. നിങ്ങളുടെ സർവ്വകാര്യങ്ങളും, ഇത് ജോലിയിൽ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ഒന്നിനു മേലെ ഒന്നായിട്ട് ടവർ വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നും എഴുന്നേൽക്കാനുള്ള മനസ്സില്ല. ഓക്കെ, നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കുന്നു, വീണ്ടും തളർന്ന് വീണു പോകുന്നു. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഈ ഒരു നിമിഷം നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഏത് ചങ്ങലയും ഞാൻ പൊട്ടിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മധ്യത്ത് ഉദയം ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രെങ്ത് വരും. ഓക്കെ, ഏത് ചങ്ങലയും ഞാൻ ഈ നിമിഷം പൊട്ടിക്കാൻ തയ്യാറാകുമെന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഉദയം വരുന്നത്. അല്ലാത്ത വ്യക്തികൾക്ക് ഇവിടെ തളർന്നു നിൽക്കാനേ പറ്റുകയുള്ളൂ. നിങ്ങളെ മൂടിക്കൊണ്ട് ഡെവിള് മുന്നോട്ട് നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയും സണ്ണ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ അന്ധകാരത്തിൻ്റെ, ഈ ഡെവിളിൻ്റെ മധ്യത്തിൽ ഈ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ച് എഴുന്നേൽക്കാൻ തയ്യാറായി. നട്ടലിനാണ് കിട്ടിയിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷ വിട്ടുപോകരുത്. നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റണം. ഓക്കെ, എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ഈ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു ആത്മബലം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ഈ ഡെവിളിനെ വിജയിച്ച് നിങ്ങൾക്ക് സണ്ണായിട്ട് പുറത്തു വരാൻ സാധിക്കും. ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഡെവിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളെ ഡെവിളിൻ്റെ എനർജിയിലാണ് നിർത്തിയിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വന്നിരിക്കുന്നത് ഇവിടെ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ഗൈഡൻസ് വരുന്നുണ്ട്. എന്നെ പോലെ പല വ്യക്തികളും നിങ്ങളടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ തളർന്നു പോകരുത് എന്ന് യൂണിവേഴ്സിൻ്റെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഗൈഡൻസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ ഏഞ്ചൽ മുന്നോട്ട് കൊണ്ടുപോകും. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യങ്ങൾക്ക് ഈ മാലാഖയുടെ നിങ്ങളിപ്പോൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഇത് ഡെവിള് നിങ്ങൾക്ക് നേരെ അയക്കുന്നതായിട്ടുള്ള പ്രതികൂലമായ സാഹചര്യമാണ് ജോലി സ്ഥലത്ത്. ഓക്കെ, ആ ജോലി സ്ഥലത്ത് നിങ്ങളെ താങ്ങിക്കൊണ്ട് പോകുന്നത് ഒരു മാലാഖയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചാൽ മാത്രമാണ്, ഇത് അതിജീവിച്ചു കൊണ്ടാണ് ഈ മാലാഖ നിങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നു, കണ്ട, വീണ്ടും ആ പാസ്റ്റിലേക്ക് നോക്കുന്നു. ഓക്കെ, താഴെ വീഴാതെ നോക്കിക്കോ. കാരണം പാസ്റ്റിലേക്ക് നോക്കുന്നവരാരും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, താഴെ വീണ് പോകും. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നോക്കുക, ഡെവിളിനെ ഭയന്ന് പോകാതെ നിങ്ങൾ മുന്നോട്ട് പോകുക. ഗൈഡൻസാണ് നിങ്ങൾക്ക് നൽകുന്നത്. യൂണിവേഴ്സ് പറയുന്നത് മുന്നോട്ട് കുതിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് ഗൈഡൻസ് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സണ്ണ് ലഭിക്കും, നിങ്ങൾക്ക് ഉദയം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നു. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്ന കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥ, തേർഡ് പാർട്ടി വന്നിരിക്കുന്നു. ഇവിടെ ചില വ്യക്തികൾ ഇടപെട്ടത് കാരണം നിങ്ങളുടെ മാനസിക അവസ്ഥയെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ ദുഃഖത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളത് റിലേഷനുമായി ബന്ധപ്പെട്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ മൂൺ വന്നിരിക്കുന്നത്? റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഔട്ട്സൈഡറാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച കാണിക്കുന്നത്, നിങ്ങളോടൊന്നും ഓപ്പണാക്കി പറയാത്തത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ലൈഫിൽ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ നിങ്ങൾ ഈ ഗേറ്റിന് പുറത്താണ്. ഓക്കെ, ഗേറ്റിന് പുറത്തായി നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ആകാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുകളാകാം, ലവ് തേർഡ് പാർട്ടി ആകാം.
ഓക്കെ, ആരുമാകാം ഈ തേർഡ് പാർട്ടി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ ചലഞ്ച് ചെയ്യുന്നതും ഭയക്കുന്നതുമായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ഭയക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ചില കോടതി കേസുകൾ നിങ്ങൾ ഭയക്കുന്നുണ്ട്, കേസ് പരമായിട്ടുള്ള ചില ജപ്തിയെ നിങ്ങൾ ഭയക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ട്, ചില സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഭയക്കുന്നുണ്ട്, ചില രോഗങ്ങളെ നിങ്ങൾ ഭയക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുമോ, ചില ബ്ലാക്ക് എനർജികളെ നിങ്ങൾ ഭയക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുന്നു, ഫൈറ്റിങ്ങിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫൈറ്റിംഗ് ആണ്, നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. ചില അന്ധകാര ശക്തികളോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ രോഗങ്ങളിലേക്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു. ചില നിയമവ്യവസ്ഥകളോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയും കാണുന്നുണ്ട് രോഗങ്ങളെക്കുറിച്ച്. ഓക്കെ, കൂടുതലും ഇവിടെ ഹീലിങ്ങുമായി ബന്ധപ്പെട്ട് മനസമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതും ഭയപ്പെടുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയെന്ന് നോക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജും കൂടി എടുക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, ഈ ഒരു കാർഡ്സിൽ നിന്ന് എടുക്കുന്നത് ഭയങ്കര പവർഫുൾ സ്പിരിറ്റാണ് ഇതിനുള്ളത്. ഓക്കെ, ഭയങ്കര ഒരു കാർഡ്സാണിത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ. ഇത് കയ്യിലോട്ട് വന്നാൽ തന്നെ ഭയങ്കര എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഫ്രീഡം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നു. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ബന്ധിച്ചിരിക്കുന്നതായ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ പോകുന്നു. നിങ്ങൾക്ക് മാനസികമായ എന്തൊക്കെ പ്രശ്നമാണോ കൊണ്ടു തന്നിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിപ്പോൾ ഫ്രീ ആയി സന്തോഷിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ചില കാര്യങ്ങളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഫ്രീഡം ലഭിക്കുകയുള്ളൂ. യൂണിവേഴ്സ് നിങ്ങളെ കൂടെ നടന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഏഞ്ചലിനെ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. അപ്പം നിങ്ങളിലേക്ക് ഗൈഡൻസ് കൊണ്ടുവരാൻ, നിങ്ങളെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് വചനങ്ങളെ അയക്കുന്നതിന് ആരില്ലെങ്കിലും ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വചനം ലഭിക്കും. ചിലപ്പം ഒരു ബട്ടർഫ്ലൈ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നത്. ആ ബട്ടർഫ്ലൈയെ കുറച്ച് നേരം നിങ്ങൾ വീക്ഷിച്ചാൽ മനസ്സിലാകും. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് മാറിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു സന്ദേശം അവിടെ തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നിൽ തന്നെ ഉറച്ചിരിക്കരുത്. അവിടെ തീർന്നു പോയി, അയ്യോ ഈ പൂവിൽ തേൻ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കരയും, എപ്പോഴെങ്കിലും ഈ തേൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് അല്ല ആ ബട്ടർഫ്ലൈ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറിപ്പോയേ മതിയാകൂ. ചില സിറ്റുവേഷനെ ഉപേക്ഷിച്ച് ഞാൻ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ. എൻ്റെ സന്തോഷം, എൻ്റെ ജീവിതത്തെ, ഞാൻ ഈ ഒറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം ഞാൻ സന്തോഷിക്കണമെന്ന് ആ ചിത്രശലഭം നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഗൈഡൻസ് തരാൻ നിങ്ങളുടെ മുന്നിൽ പലതും വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് നല്ലത് തന്നെ അയച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകേണ്ടതെന്നുമുള്ള ഒരു ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളോട് നിങ്ങൾക്ക് ഒരു ജ്ഞാനം ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് കിട്ടിക്കഴിഞ്ഞാലും അതെന്ത് ചെയ്യണം എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം. നമുക്ക് എന്തുകൊണ്ടാണ് ഭയം നല്ലതാണോ? ഭയം നല്ലതാണ്. ആൾക്കാർ പറയും, ഓ എനിക്ക് ഭയങ്കര ഭയമാണ്. ഭയം നല്ലതാണ്. നമുക്ക് ഭയം ദൈവം തന്നില്ലായിരുന്നെങ്കിൽ, ഭയം എന്നൊരു വികാരം നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വണ്ടി ഇടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ നിൽക്കും. ഇത് ഇടിക്കാൻ വരുമ്പോഴത്തേക്ക് ഭയമില്ല, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാൻ ഓടിക്കുന്ന സമയത്ത് നമ്മളവിടെ തന്നെ നിൽക്കും, ഒരു ഭയവുമില്ല. അപ്പം ഭയം നല്ലതാണ്. നമുക്ക് ആ ഒരു ഭയം വരുന്ന സമയത്താണ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. അതിവേഗം നമ്മുടെ പെട്ടെന്ന്
വളരെ സ്പീഡിന് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഭയം വരുന്ന സമയത്താണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഭയക്കുന്നു എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഭയം കൊണ്ട് തരികയാണ്. എന്തിന്? നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ ആക്ഷൻ ഉണ്ടാകണം. നിങ്ങളുടെ ബുദ്ധി പെട്ടെന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൻ്റെ മേലിൽ നിങ്ങൾക്ക് ഭയം കൊണ്ട് തരികയാണ്. ഓക്കെ, അത് നിങ്ങൾ തന്നെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പട്ടി ഓടിക്കാൻ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് രക്ഷിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ കാലുകൊണ്ട് ഓടിയാണ് രക്ഷപ്പെടുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ബെല്ലൈക്കൺ ചെയ്യുവാനും മറക്കരുത്. കാരണം ലൈക്കും കമൻറ്റും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും അത്യാവശ്യമാണ് എന്ന അൽഗോരിതം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും അത്യാവശ്യമാണ്. താങ്ക് യു. നിങ്ങളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.